ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആദ്യമൊക്കെ ഞാൻ വഴക്കിടുമ്പോ ഗോവിന്ദ് അതൊന്നും മൈൻഡ് ചെയ്യില്ല. ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണെങ്കിലും ഞാൻ പിന്നെയും പിന്നെയും ഗോവിന്ദിനോട് വഴക്കിട്ടു. ആ പാവത്തിന് അത് മനസ്സിലായിട്ടില്ല. അങ്ങനെ വെറുപ്പിക്കാവുന്നതിന്റെ മാക്സിമം ഞാൻ വെറുപ്പിച്ച് ഒരു ദിവസം ഞാൻ ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി. ഞങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞു. ഞാൻ പറഞ്ഞല്ലേ സച്ചേട്ടാ, സിമ്പതി വേണ്ട. ഞാൻ മരിക്കുന്നത് സത്യമാ. ഡോക്ടർ സന്ധ്യ സച്ചേട്ടനോട് എല്ലാം പറഞ്ഞില്ലേ? എനിക്കിതൊരു പാലിയേറ്റീവ് ലൈഫ് മാത്രമാണ്. സത്യാണ് സച്ചേട്ടാ, മരണത്തിലേക്കുള്ള എന്റെ യാത്രയിലെ ഇടവേള സച്ചേട്ടനൊത്തുള്ള ഈ കുറച്ച് സമയം. ഈ നിമിഷം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഒരിക്കൽ എന്നെ ഒരുപാട് സ്നേഹിച്ചെന്ന് ഒരാളുടെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അല്പം റൊമാൻസ് ഒക്കെ എനിക്കും തോന്നുന്നുണ്ട്. എങ്ങനെയാ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? അല്ലാതെ ഞാൻ നെഞ്ചത്തടിച്ച് നിലവിളിച്ചിട്ട് എന്താ കാര്യം? മരണം ഒരു ദിവസം എല്ലാവർക്കും സംഭവിക്കും. അവിടെ ഒരു ഒളിച്ചു കളിയും നടക്കില്ല. പക്ഷെ സന്തോഷത്തോടെ എനിക്ക് ചെയ്തു തരേണ്ട ഒരു കാര്യമുണ്ട്. സച്ചേട്ടനോടല്ലാതെ എനിക്ക് ഈ ഭൂമിയില് മറ്റാരോടും അത് പറയാൻ പറ്റില്ല. ഞാൻ എന്താ ലച്ചു നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? സച്ചേട്ടന്റെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്ത് മറ്റൊരാള് പോലും അറിയരുത്. അർച്ചന പോലും. ഞാൻ മരിക്കുന്നത് വരെ ഈ രഹസ്യം സച്ചേട്ടന്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം.